ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ ഉറുദു ക്ലാസ്സാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കെടുത്തത് കാബൂളിവാല എന്നുള്ള ഒരു ചാപ്റ്റർ എടുത്തിരുന്നു. അതിൽ ലക്ഷ്മിയുടെയും മക്കളുടെയൊക്കെ അതുപോലെ തന്നെ സാജൻ്റെ എക്സാം IAS പാസ്സായതും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് ബാക്കിയായിട്ട് ഇന്ന് കുറച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കഥയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മറ്റൊരു കഥയും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അവസാനം ആക്ടിവിറ്റി, അതിലൊരു കഥാപാത്രത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ചാപ്റ്ററും അതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ആക്ടിവിറ്റിയും ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രിപ്ഷനാണ് എനിക്കുള്ള സപ്പോർട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞായറാഴ്ച ദിവസമായിരുന്നു. ഇത്വാർ എന്നാൽ ഞായറാഴ്ച ദിവസം കേട്ടോ. ലക്ഷ്മി അപ്പിനെ ദോനോ ബച്ചോ കെ സാത്ത്, ലക്ഷ്മി തൻ്റെ രണ്ട് മക്കളുടെ കൂടെ ജോമ്പടി കെ വരാന്തേമേ ബൈഠെ ബാത്തേം കർ രഹി തി, അവരുടെ ചെറ്റക്കുടലിൻ്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉസ് വക്ത്, ആ സമയം, കപ്പടെ ബേച്ചിനെ വാല ഏക്ക് ബഞ്ചാര, വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ, അതായത് ഇങ്ങനെ വീട് വീടാതെ നടന്ന് കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരൻ, സാമനേക്ക് രാസ്തേസെ ഗുസർ റഹാത്ത, അടുത്തുള്ള വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മേരേലിയേക്ക് ജോഡേ കപ്പടെ ഖരീദീജി അമ്മീജാൻ, എനിക്ക് വേണ്ടി ഒരു ജോഡി വസ്ത്രങ്ങൾ വാങ്ങി തരും അമ്മേ. ഹാ ബേട്ടെ ജരൂർ, ഓ മേരി ഖാഹിഷ്, ശരിയാണ്, തീർച്ചയാണ്, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ബഞ്ചാരേക്കോ യഹാം ബുലാ ലീജിയേ, ആ കച്ചവടക്കാരനെ ഇങ്ങോട്ട് വിളിക്കൂ. നെഹി അമ്മീജാൻ, ബഞ്ചാരേസെ കപ്പടെ നെഹി ഖരീദേങ്കെ, കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണ്ട, ഈ വീടുകളിൽ കച്ചവടം നടത്തുന്ന ഇയാളെ പോലെയുള്ള കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും വസ്ത്രങ്ങൾ വാങ്ങണ്ട എന്ന് ആരാ പറയണത്? സഹോദരി പറയാണ്. ഇയാൾ പറയണത് എനിക്ക് വസ്ത്രം വാങ്ങിത്തരീൻ. അപ്പൊ സഹോദരി പറഞ്ഞെന്താണ്, അങ്ങനെ വാങ്ങണ്ട. ഭയ്യാ കേലിയെ ഹം ബാസാർ സെ ഖരീദേങ്കെ, ഇക്കാക്കാക്ക് വേണ്ടി നമുക്ക് എവിടുന്ന് വാങ്ങാം? അങ്ങാടിയിൽ നിന്ന് വാങ്ങാം. ഏ ബഞ്ചാരെ ലോഗ് ജ്യാദ മൊത്തബർ നെഹി ഹോത്തെ, ഈ ഇങ്ങനത്തെ കച്ചവടക്കാര്, വീട് വീടാതെ നടന്ന് കച്ചവടം നടത്തുന്ന ഇയാളെ പോലുള്ള കച്ചവടക്കാരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളൂല, കാരണം അവർ തട്ടിപ്പ് നടത്തി പോകുന്നതാണ് പറയണേ. ഏ തും ക്യാ കഹ് രഹി ഹോ ബേട്ടി, മോളെ നീ എന്താണ് ഈ പറയുന്നത്? ഉൻകോ ഭി അപ്നി റോസി റോട്ടിക്ക് ലിയെ കുച്ച് കാം കർണ പഡ്താ ഹൈ, അവർക്കും എന്താണ് അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വയറ്റുപഴപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ്. ഏ കാബുളി വാലേക്ക് തര ഘർ ഘർ ഘൂംതാ ഹേ നാ, ഇത് കാബുളി വാലയെ പോലെ വീട് വീടാന്തരം ഇങ്ങനെ നടക്കുന്നവരല്ലേ. ഓ ലോഗ് ഗരീബ് ജരൂർ ഹേ, അവർ തീർച്ചയായും പാവപ്പെട്ട ആളുകളാണ്. മഗർ ദിൽ കെ അച്ഛേ ഹേ, പക്ഷെ അവരുടെ മനസ്സ് വളരെ ക്ലിയർ ആണ്. എന്ന് പറഞ്ഞാൽ മനസ്സിൽ മറ്റുള്ളവരെ പറ്റിക്കണം എന്നുള്ള ചിന്ത ആർക്കില്ല, ഇവർക്കൊന്നും ഇല്ല എന്നാണ്. അപ്പൊ നമ്മൾ ലക്ഷ്മിന്റെ കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ലക്ഷ്മിയുടെയും സാജന്റെയും കഥയാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവര് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സംസാരം. അപ്പൊ ഇതാണ് ഇതിന്റെ നരേഷൻ എന്ന് പറയുന്നത്. ഇത് ഇനി നമ്മൾ കഥയിലേക്കാണ് നമ്മൾ പോണത്. നമ്മൾ ഇനി അടുത്തത് കഥ വായിക്കുന്നതാണ്. ഇനി നമ്മൾ ആ കഥയിലേക്ക് പോവാണ്. ഇത് ആരെഴുതിയ കഥയാണത്? രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കഥയാണ്. നേരത്തെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച അതേ ഇംതിഹാൻ എന്ന് പറയുന്ന കഥയെ പോലെ തന്നെ നമ്മളെ അത് ഫുർഹത്തുള്ള ബേഗാണ് എഴുതിയിരുന്നത്. നമ്മൾ അന്ന് 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു കഥയാണ് ഇത്. ഇത് രവീന്ദ്രനാഥ ടാഗോർ അയാളുടെ ജീവിതത്തിലെ ഒരു കഥ പറയാണ്. അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നതിന്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ കഥയാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? മക്കൾക്ക് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നത്. അതായത് രവീന്ദ്രനാഥ ടാഗോറുടെ അനുഭവത്തിലുള്ള ഒരു കഥ ലക്ഷ്മി തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ വഴിയാത്രക്കാർ അല്ലെങ്കിൽ വഴിക്കച്ചവടക്കാർ, നമ്മുടെ വീടുകളിൽ വരുന്ന കച്ചവടക്കാരെ കുറിച്ചുള്ള ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. കാബൂളിവാലയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അതുപോലെ ഈ കുട്ടിയും ആണ് കേട്ടോ. അങ്ങനെ ഈ 2 പേരാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മളെ രവീന്ദ്രനാഥ ടാഗോറും ഇതിലെ ഒരു കഥാപാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും നമുക്ക് ആ കഥ ഒന്ന് വായിച്ചു നോക്കാം. മേരി 5 ബറസ് കി ബച്ചി, രവീന്ദ്രനാഥ ടാഗോർ പറയാണ്, മേരി 5 ബറസ് കി ബച്ചി, എൻ്റെ 5 വയസ്സുള്ള മകള്, ജിസ്കാ നാം മുന്നി ഹെ, അവളുടെ പേരെന്താണ്? മുന്നി എന്നാണ് അവളുടെ പേര്. ഘടി ഭർ ഖാമോഷ് നഹി രഹ്തി, അവള് ഒരിക്കലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇങ്ങനെ വളവളാതെ സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ്.
ഒരൊറ്റ നിമിഷങ്ങൾ മിണ്ടാതിരിക്കൂല, ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെ ചില കുട്ടികളെ കണ്ടില്ലേ, വളവളാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. എന്ന പോലെയുള്ളൊരു കുട്ടിയാണ് ആര്, നമ്മളെ മുന്നി. ഏക് ദിൻ, ഒരു ദിവസം, സുബഹ് സവേരെ, അതിരാവിലെ, മേ അപ്പിനെ നാവൽ കാ 17വാം ബാബ് ലിഖ് രഹാ താ, ഞാൻ എൻ്റെ നോവലിൻ്റെ 70ാം വോള്യം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇങ്ങനെ കഥകളൊക്കെ എഴുതുന്ന ആളാണ്. അങ്ങനെ അത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുന്നീനെ ആക്കർ കഹ, ഇങ്ങനെ ഈ വാദോരാതെ സംസാരിക്കുന്ന ഈ കുട്ടി, അതായത് മുന്നി വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ബാബുജി, ബാബുജാണ് ഉപ്പാനെ കൊണ്ടാ അച്ഛനെ കൊണ്ടാ വിളിക്കുന്നത്, ബാബുജാണ് അച്ഛ എന്നുള്ളതാണ് കേട്ടോ. സുബോധ് എന്ന് പറഞ്ഞാൽ മേരാ നൗക്കർ, ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, മേരാ നൗക്കർ, എൻ്റെ വേലക്കാരനാണ്. ആ വേലക്കാരനെ കുറിച്ച് ഇവള് പറയാണ്, ഒരു പരാതി പറയാണ്. ആരോട്, ടാഗോറിനോട്. കവ്വേക്കോ കാഗ് കഹ്താ ഹെ, കാക്കൻ എന്താണ് അയാൾ പറയുന്നത്, കാഗ് എന്നാണ് പറയുന്നത്. ഓ കുച്ച് നഹി ജാൻത, അയാൾക്ക് ഒന്നും അറിഞ്ഞൂടാ, കാക്കനെ കുറിച്ച് കാഗ് എന്നാണ് അയാള് പറഞ്ഞത്, അയാൾക്കൊന്നും ഒരു വിവരമില്ല. ആരാണ് ഈ കുട്ടി, 5 വയസ്സായ കുട്ടി സുബോധ് എന്ന വേലക്കാരനെ കുറിച്ച് അച്ഛനോട് പരാതി പറയാം. അവർ ഉസ്സെ പഹലേക്ക്, അതിന് തൊട്ട് മുമ്പ്, മേ കുച്ച് കഹു, ഇതിനു മുമ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ്, ഉസ്നെ ദൂസരി ബാത്ത് ശുരു കരുതി, ഞാൻ എന്തെങ്കിലും ഒരു മറുപടി പറയുന്നതിന് മുമ്പായിട്ട് അവള് എന്നോട് അടുത്തൊരു കാര്യം പറയാൻ ആരംഭിച്ചു. ദേക്കിയേ ബാബുജി, അച്ഛ നോക്ക്, ഭൂല കഹ്താ ഹെ, ഭൂല എന്നുള്ളത് അവിടെയുള്ള വേറൊരു കഥാപാത്രമായിരിക്കണം. ഭൂല കഹ്താ ഹെ, ഭൂല പറയാണ്, കെ ആസ്മാൻ മേ ഹാത്തി അപ്നി സൂണ്ടോ സെ പാനി ബർസാത്തെ ഹെ, ആകാശത്തില് ആന തൻ്റെ തുമ്പികൈ കൊണ്ടാണ് മഴ പെയ്യിപ്പിക്കുന്നത് ഭൂല പറയാണ്. ഇങ്ങനത്തെ ഓരോരോ പരാതികൾ വന്നിട്ട് ഈ 5 വയസ്സായ കുട്ടി വളരെ നിഷ്കളങ്കമായ രീതിയിൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെറിയ കുട്ടികൾ വന്ന് പല പരാതികളും പറയും. എന്ന പോലെ ഈ കുട്ടി വന്നിട്ട് അച്ഛനോട് അഥവാ ടാഗോറിനോട് ഇങ്ങനെ പറയണം. സുബോധ് ഇങ്ങനെ പറഞ്ഞു, മറ്റേ ആൾ ഭൂല എന്ന് പറയുന്ന ആൾ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്, ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് വെള്ളം വർഷിപ്പിക്കുമ്പോഴാണ് മഴ പെയ്യണത് എന്ന്, പാനി ബർസാത്തെ, വെള്ളം വർഷിപ്പിക്കുന്നു. ഭൂല ഐസി ഹി ഝൂട്ടി ബാത്യം കർത്താ ഹെ, ഈ ഭൂല ഉണ്ടല്ലോ പച്ച പൊള്ളാണ് അയാൾ സംസാരിക്കുന്നത്. ആരാ പറയണത്, മുന്നി പറയാണ് കേട്ടോ. മേനെ ഹസ്കർ മുന്നി സെ കഹ, ഞാൻ ചിരിച്ചുകൊണ്ട് മുന്നിയോട് പറഞ്ഞു, മുന്നി തൂ ഭൂലാക്കെ സാത്ത് ജാക്കർ ഖേൽ, നീ ഭൂലന്റെ കൂടെ പോയി ഇരുന്ന് കളിച്ചോ. മുജെ ഈസ് വക്ത് കാം കർണാ ഹെ, എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, ഭൂലന്റെ കൂടെ പോയിട്ട് കളിച്ചു. ഇവളിങ്ങനെ ശല്യമായി മാറുന്നതുകൊണ്ട് അവളെ പറഞ്ഞു, വല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുകയാണ്. ചെറിയ കുട്ടികളുണ്ടാവില്ല, നിങ്ങൾ ഇവിടെ പോയി കളിച്ചോളി, ഞാനിതൊന്ന് എഴുതട്ടെ, എന്നെ ശല്യം ചെയ്തെന്ന് പറയുന്ന രീതിയിൽ പറയണത്. പിന്നെ നീ അവൻ്റെ കൂടെ പോയി കളിച്ചോ. മേരാ ഘർ സടക്ക് കെ കിനാരെ ഹെ, എൻ്റെ വീട് എവിടെയാണ്, ഇയാൾ പറയണത്, ടാഗോർ പറയാണ്, എൻ്റെ വീട് പിന്നെ റോഡിൻ്റെ തീരത്താണ്, റോഡിൻ്റെ വക്കത്താണ്. ഏക് ദിൻ മുന്നീനെ മേരെ കമരമേ ഖേൽ രഹി തി, ഒരു ദിവസം മോള് എൻ്റെ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാനക്ക് പെട്ടെന്ന് ഓ ഖേൽ ചോടുക്കർ ബരാന്തേമേ ആയി, പെട്ടെന്ന് അവൾ കളി ഒഴിവാക്കിയിട്ട് വരാന്തയിലേക്ക് വന്നു. അവർ സോർ സോർ സെ, വളരെ ഉച്ചത്തില്, കാബുളിവാലേ ഓ കാബുളിവാലേ പുക്കാറിലേക്ക്, കാബുളിവാലെ എന്ന് ഉറക്കനെ വിളിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ റോട്ടിലൂടെ കാബുളിവാല എങ്ങനെ പോകുന്നുണ്ട്, അതാണ് സംഭവം കേട്ടോ. കാബുളിവാലയ്ക്ക് കന്തേപ്പർ മേവേക്ക ഥേല, കാബുളിവാലന്റെ തോളിൽ എന്തുണ്ട്, പിന്നെ ഈ പഴങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു സഞ്ചിയുണ്ട്. അവർ ഹാത്തുമേ, കഴിയില് എന്തുണ്ട്, അങ്കൂറോക്കി പട്ടാരി, മുന്തിരി ഇട്ട ഒരു കൊട്ടയും ആരെ കയ്യിലുണ്ട്, ഈ കാബുളിവാലന്റെ കയ്യിലുണ്ട്. അങ്ങനത്തെ കാബുളിവാല വരെ റോഡിന്റെ മുന്നിലൂടെ ഇങ്ങനെ പോകണം. അപ്പൊ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, കുട്ടി ഇങ്ങനെ വാതിലിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ പാളി നോക്കുന്നു, ഇയാളിങ്ങനെ വീടിന്റെ മുന്നിലൂടെ നടന്നിങ്ങനെ പോകുന്നത്. അവിടെ ചിത്രം അവിടെ കൊടുത്തിട്ട് അതോട് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല കേട്ടോ. മോട്ടെ മോട്ടെ കപ്പടെ കാ ഢീല ഢാല കുർത്ത പഹനെ, നല്ല കട്ടിയുള്ള വസ്ത്രം ധരിച്ച, പിന്നെ അജാനബാഹുവായ നല്ല നീളമുള്ള വസ്ത്രം ധരിച്ച, നല്ല ഒത്ത നീളവും വലുപ്പമുള്ള ഒരാള് ധരിച്ചിട്ടുണ്ട്. അയാളെ കോലാണ് പറയുന്നത് കേട്ടോ. പകുടി ബാന്ധെ, തലയിൽ കെട്ടുണ്ട്, അതൊക്കെ നോക്കിയാൽ കാണാം, അയാളുടെ ചിത്രം നോക്കിയാൽ കാണാം. ലംബേ ഡേൽ ഡോൽക്ക ഏക് കാബുളിവാല, നല്ല ഉയരമുള്ള ഈ ഒരു കാബുളിവാല സടക്ക് പർ ആഹിസ്ത ആഹിസ്ത ചലാ രഹാത്ത, റോഡിലൂടെ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ആര് കണ്ടത്, ടാഗോർ കണ്ടത്. ഇപ്പൊ ഇവള് പറഞ്ഞ മാതിരി തന്നെ ടാഗോർ, അയാൾ പറഞ്ഞ മാതിരി തന്നെ, ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ആള് റോഡിലൂടെ നടന്നു പോവാണ് കേട്ടോ. മുന്നേക്ക് ആവാസ സുൻകർ, മുന്നിന്റെ വിളി കേട്ടപ്പോ, ശബ്ദം കേട്ടപ്പോ, ഹസ്മുഖ് കാബുളിവാലേനെ ഘൂം കർ ദേക്ക,
പുഞ്ചിരിച്ചുകൊണ്ട് കാബുളിവാല തിരിഞ്ഞ് അവളെ നോക്കി. മുന്നി ഘബരാകി, മുന്നി ആകെ പരിഭ്രമിച്ചു. അവർ കാബുളിവാലയ്ക്കോ പാട്ടക്കുമേ അന്തറാത്ത ദേക്കർ ഭാഗി. അങ്ങനെ വിളിച്ചു എന്ന് മാത്രമല്ല, മുന്നിൽ വിളിച്ചപ്പോൾ കാബുളിവാലെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുന്നത് കണ്ട് ഇവളെന്ത് ചെയ്തു, ഇവള് പകച്ച് അല്ലെങ്കിൽ പേടിച്ച് വീട്ടിലേക്ക്. ചെറിയ കുട്ടിയാണ്, അപ്പോൾ അവൾ വെറുതെ വിളിച്ചതാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇവളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. തമ്മിൽ അതുവരെ പരിചയങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ആള് വെറുതെ കാബുളിവാല എന്ന് വിളിച്ചപ്പോൾ വരികയാണ്. അപ്പോൾ അയാളെ കയ്യിൽ എന്തുണ്ട്, മുന്തിരി കൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ കച്ചവടക്കാരനാണ് അല്ലേ. അപ്പം അങ്ങനെ വരികയാണ്. ഇസ്ലിയേക്ക് എന്തുകൊണ്ടെന്നാൽ മുന്നിക്ക് മാ കഹാ കർത്തി തി, മുന്നിന്റെ അമ്മ പറയാറുണ്ടായിരുന്നു കെ കാബുളിവാലെ ബച്ചോക്കോ തൈലേമേ ഡാൽക്കർ ലേ ജാത്തേ ഹേ. എന്തുകൊണ്ട് അവൾ ഉള്ളിലേക്ക് ഓടിയത് എന്നുള്ളതിന്റെ കാരണമാണ് പറയുന്നത്. അവൾ അമ്മ അവരോട് പറയാറുണ്ട് എന്ത്, കാബുളിവാല, ഈ കാബുളിവാല എന്ന് പറയുന്ന ഇത്തരം കച്ചവടക്കാര്, തെരുവ് കച്ചവടക്കാർ എന്ത് ചെയ്യും, ബച്ചോക്കോ തൈലേമേ ഡാൽക്കർ ലേ ജാത്തേ ഹേ, കുട്ടികളെ ചാക്കിൽ കെട്ടിക്കാണ്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചും ചെയ്തു. പിന്നെയാണ് അവൾക്കത് ഓർമ്മയായത്. അപ്പൊ ഇയാളെ വരവും കൂടി കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്തു, പേടിച്ചു ഉള്ളിലേക്ക്, വീടിന്റെ ഉള്ളിലേക്ക് പേടിച്ചു ഓടാണ്. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അങ്ങനെ ഓടിയതായിരിക്കും അല്ലേ, ആയിരിക്കും. മേനെ മുന്നിക്ക ഖൗഫ് ദൂർ കർണേ കെ ലിയെ, ഞാൻ മുന്നിയുടെ ഭയം ദൂരീകരിക്കാൻ വേണ്ടി ഉസ്കോ അന്തർ സെ ബുലായ, ഞാൻ അവളെ ഉള്ളിൽ നിന്ന് വിളിച്ചു. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇയാൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ. ഉള്ളിൽ നിന്ന് വിളിച്ചു. കാബുളിവാല അപ്നി ഝൂലി സെ കിസ്മിസ് നിക്കാൽക്കർ മുന്നിക്കോ ദേനെ ലഗ. കാബുളിവാല എന്ത് ചെയ്തു, വീട്ടിൽ വന്ന ഉടനെ തന്നെ അയാളുടെ ജൂലി എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ സഞ്ചിണ്ട്. ആ സഞ്ചിയിൽ എന്തുണ്ട്, കിസ്മിസ് പറഞ്ഞാൽ ഉണക്കമുന്തിരി. നമ്മൾ അതിൽ അർത്ഥം എഴുതിയപ്പോൾ കാണിച്ചിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിക്കാൽക്കർ മുന്നിക്കോ ദേനലക, അതെടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. മുന്നി കിസി തര ലേനെ പർ റാസി നഹി, മുന്നി ഒരു നിലക്കും അത് വാങ്ങാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. കാരണം മിഠായി കൊടുത്ത് മയക്കി കുട്ടികളെ ചാക്കളിടുന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ വാങ്ങാൻ കൂട്ടാക്കിയില്ല. ഉസ്കാ ശുഭ ഔർ ബി ബഡ്ഗയ, അവരുടെ ആശങ്ക അതിലും വർദ്ധിച്ചു. അങ്ങനെ ഇത് കൊടുക്കാൻ നിന്നപ്പോ അതിലും വർദ്ധിച്ചു. ഒരു പക്ഷേ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ആരെ കയ്യിൽ നിന്നൊന്നും വാങ്ങരുത്, അങ്ങനെ വാങ്ങി തിന്നാൻ പാടില്ല, അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ടായിരിക്കും. ഓ ദൗഡക്കാർ മുജ്സേ ലപ്പെടുകയും, അവൾ ഓടി വന്ന് എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. ആര് കെട്ടിപ്പിടിച്ചു, എന്നെ കെട്ടിപ്പിടിച്ചത് ആരാണ് ആള്, ടാഗോർ പറയാണ്, സ്വന്തം അനുഭവം പറയാണ്, എന്നെ വന്നിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു, മോള് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. കാബുളിവാലേസെ മേരാ താരഫ് ഇസ്തരാഹുവ, കാബുളിവാലനെ ഞാൻ ഈ രീതിയിലൊക്കെയാണ് പരിചയപ്പെടുന്നത്. മേ ഏക് റോസ്, അങ്ങനെ ശേഷമുള്ള കഥ പറയാണ്. മേ ഏക് റോസ് കിസി ജരൂരി കാം സെ ബാഹർ ജാ രഹാ താ, ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതായിരുന്നു. ദർവാസെ പർ ദേഖ, വാതിക്കൽ കണ്ടു, ദർവാസ വാതിൽ കേട്ടോ, ദർവാസെ പർ ദേഖ, വാതിൽക്കൽ കണ്ടു എന്ത്, കെ മുന്നി ഇസ് കാബുളിവാലെ സെ ബഡേ മസേ സെ ബാത്തേം കർ രഹി തി, മുന്നി ഈ കാബുളിവാലയുമായിട്ട് വളരെ രസകരമായിരുന്നു സംസാരിക്കുന്ന കാഴ്ചയാണ് ആര് കണ്ടത്, ടാഗോർ കണ്ടത്. ഓ ബാദാം ഔർ കിസ്മിസ് ലിയേ ഹുയേത്തെ, അയാള് ബദാമും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ഇവൾക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താണ്, അങ്ങനെയാണ് പിന്നെ ഞാൻ കണ്ടത്. ആദ്യം ഓടിയിരുന്ന ആളാണ്, ഇയാൾ കണ്ട് പരിചയം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഓടിയിരുന്ന ഈ മുന്നിൽ പിന്നെ എങ്ങനെയാ കാണുന്നത്, ഈ കാബുളിവാലായിട്ട് വലിയ ലോകം കൂടി ഇരിക്കുന്നതാണ് കണ്ടത്. കാബുളിവാലേസെ കഹ, കാബുളിവാലയോട് ഞാൻ പറഞ്ഞു, ഏ സബ് ക്യോൻ ദിയാ, ഈ മുന്തിരിയും ഉണക്കമുന്തിരിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തിനാ അവൾക്ക് കൊടുത്തത്, ആയിന്താ മത്ത് ദേന, ഇനി മേല ഇതൊന്നും കൊടുത്തു പോകരുത്. ഏ കഹ്കർ മേനെ ജേബ് സെ അട്നി നിക്കാൽക്കർ കാബുളിവാലേക്കോ ദി, ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് 8 എടുത്തിട്ട്, അന്നത്തെ പൈസ 8, അത് അന്നത്തെ വലിയ സംഖ്യയാണത്. 8 എന്ന് പറഞ്ഞാൽ 50 പൈസയാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന 50 പൈസ എടുത്തിട്ട് കാബുളിവാലക്ക് കൊടുത്തു. ഉസ്നെ ബിലാ ജിജക് അട്നി ലേക്കർ ജേബ് മേ ഡാൽജി, അയാൾ യാതൊരു സങ്കോചം കൂടാതെ യാതൊരു ഭാവവ്യത്യാസം കൂടാതെ എന്ത് ചെയ്തു, ആ തന്ന പൈസ 50 പൈസ എടുത്തിട്ട് അയാളെ പോക്കറ്റിൽ വാങ്ങി ഇട്ടു. ആയാത്തോ, ഞാൻ എൻ്റെ ജോലിയൊക്കെ അവസാനിച്ച് പുറത്തൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ മേനെ ദേഖ, ഞാൻ കണ്ടു, കെ ഇസ് ഉസ് അട്നിക്ക് വജേസെ, നേരത്തെ ഇയാൾക്ക് 50 പൈസ കൊടുത്തല്ലേ നമ്മൾ കാബുളിവാലക്ക് അല്ലേ. അപ്പൊ ആ അട്നിക്ക് വജേസ 50 പൈസയുടെ കാരണത്താൽ ഗർമേ ബഡാ ഷോർ മച്ചാ ഹുവാ ഹെ, വീട്ടിൽ വലിയ ഒച്ചപ്പാടാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ടത്. ആര് തമ്മിൽ ഒച്ചപ്പാട്, അമ്മയും ഇവളും തമ്മിൽ, ഈ കുട്ടിയും തമ്മിൽ വലിയ പ്രശ്നം. മുന്നിക്ക് മാ ഉസ്സെ ഡാണ്ട് കർ പൂച്ച് രഹി തി,
മുന്നിൻ്റെ അമ്മ, അതായത് എൻ്റെ ടാഗോർ പറയാണ്, എൻ്റെ ഭാര്യയും മകള് മുന്നിയും തമ്മിൽ എന്താണ് ഉസ്സേ ഡാണ്ട് കർ പൂച്ച് രഹിത, അവളെ ശകാരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കെ തൂനെ ഉസ്സെ അട്നി ക്യോം ലീ, നീ എന്തിനാ അയാളെ കയ്യിൽ നിന്ന് ആ 8 അണ തിരിച്ചു വാങ്ങിയത്, എന്തിനാ തിരിച്ചു വാങ്ങിയത്? മുന്നിക്ക് ആങ്കോമെ ആൻസുഭറായെ, മുന്നിന്റെ കണ്ണുകളിൽ കണ്ണുനീര് നിറഞ്ഞിട്ടുണ്ട്. ഉസ്നെ കഹ, അവള് പറഞ്ഞു, മേനെ നെഹി മാങ്കി ഓ അപ്നെ ആപ്പ് ദേഗയാ, ഞാൻ അയാളെ കയ്യിൽ നിന്ന് ആവശ്യപ്പെട്ടതല്ല, അയാൾ സ്വയം എനിക്ക് നൽകിയതാണ്. മേ മുന്നിക്കോ ലേക്കർ ബാഹർ ചലാകയ, ഞാൻ മുന്നിയെയും കൊണ്ട്, അവൾ കരഞ്ഞ് ബഹളം വെച്ചപ്പോൾ ആ മുന്നിയെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അയാൾക്ക് 8 അണ കൊടുത്തിരുന്നു, 50 പൈസ മുന്തിരിന്റെ പൈസ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അയാൾ കൊടുത്ത എന്തായാലും ഉണക്കമുന്തിരി ബദാം ഇങ്ങനത്തെ സാധനങ്ങൾക്കുള്ള പൈസ 50 പൈസ കൊടുത്തത്. അപ്പൊ അയാൾ യാതൊരു ഭാവവ്യത്യാസം കൂടാതെ വാങ്ങിയെങ്കിലും അച്ഛൻ പോയപ്പോൾ ആ 50 പൈസ തിരിച്ച് അയാൾ ഇങ്ങോട്ട് കൊടുത്തേക്കാണ്, പൈസ തരണ്ട, ഇതിന്റെ വകയാണെന്ന് പറഞ്ഞ് കൊടുത്താണ്. അപ്പൊ അത് ആ ഒരു കാര്യത്തിനാണ് എന്ത് ചെയ്യുന്നത്, വീട്ടിൽ ഒച്ചപ്പാട് അമ്മയും മകളും തമ്മിൽ തിരക്കുണ്ട്, ഇതിന് അയാളെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു വാങ്ങിയത്, അയാൾക്ക് പൈസ കൊടുത്തല്ലേ, പിന്നെ അങ്ങനെ ഒരാളായിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങണ്ട എന്നുള്ളതായിട്ടുള്ള ഒച്ചപ്പാടോ ശകാരമാണ് വീട്ടിൽ നിന്ന് കേൾക്കുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, മുന്നിൽ പറയാൻ, ഞാൻ അയാളോട് ആവശ്യപ്പെട്ടതല്ല, എനിക്ക് 50 പൈസ തരുന്നത് പറഞ്ഞതല്ല, അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് തിരിച്ചു തന്നതാണ് എന്നൊക്കെയാണ് ആര് പറഞ്ഞത്, മുന്നി പറഞ്ഞത്. മാലു ഹുവ എനിക്ക് മനസ്സിലായിക്കേ ഓ റോസ് റാത്താത്ത, ഇയാൾ പറയാണ്, ടാഗോർ പറയാണ്, എനിക്ക് മനസ്സിലായി ഓ റോസ് റാത്താത്ത, കാബുളിവാല എല്ലാ ദിവസവും വീട്ടിൽ വരാറുണ്ട് എന്ന് മനസ്സിലായി. അവർ പിസ്തേ ബാദാം ദേക്കർ ഉസ്നെ മുന്നി സെ ദോസ്തി കർ ലീ തി, പിസ്തയും ബദാമും ഒക്കെ കൊടുത്തിട്ട് അവളായിട്ട് വല്ല സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇയാൾ എപ്പോഴും വീട്ടിലുണ്ടായിക്കോളുന്നില്ല, ആണുങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടായിക്കോളുന്നില്ല, അയാൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഇയാൾ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണേ, ഈ കുട്ടിക്ക് പിസ്തയും ബാദാമും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് അവളായിട്ട് വല്ല സൗഹൃദം കൂടിയിരിക്കുകയാണ് കേട്ടോ. കാബുളി വാലയ്ക്ക് നാം റഹ്മത്ത് ഥ, കാബുളിവാലന്റെ പേരെന്താണ്, റഹ്മത്ത് എന്നാണ് അയാളുടെ പേര്. റഹ്മത്ത് അവർ മുന്നിക്ക് ഉമ്രുമേ, റഹ്മത്തും മുന്നിയും വയസ്സിന്റെ വിഷയത്തില് ജമീൻ ആസ്മാൻ കാ ഫറഖ് ഥ, വയസ്സിന്റെ വിഷയത്തിൽ അവൾ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നത് ഈ കാബുളിവാല വയസ്സനാണ്. കുറെ പ്രായം, അയാൾ ഫോട്ടോപ്പുറത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം, 17-ാം പേജിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പേജിൽ കാണാം, അയാൾ കുറെ പ്രായമുള്ള ആളാണ്. മുന്നേ അങ്ങനെയല്ലല്ലോ, മുന്നേ ചെറിയ 5 വയസ്സായ കുട്ടിയല്ലേ. അപ്പൊ ഈ 5 വയസ്സായ കുട്ടിയും ഈ പ്രായം ചെന്ന ഇയാളും തമ്മിലുള്ള സൗഹൃദം, അപ്പൊ അവർ തമ്മിൽ വയസ്സിന്റെ വ്യത്യാസം എങ്ങനെയാണ്, ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളായി മാറിയതാണ്. ഫിർ ബി, എന്നിട്ടും ദോനോം ഏക്ക് ദൂസരയ്ക്ക് ദോസ്ത് ബൻകെ, അങ്ങനെയൊക്കെ ആയിട്ടും രണ്ടാളും പരസ്പരം അങ്ങോട്ട് വലിയ സുഹൃത്തുക്കളായി മാറി. അതാണ് ആദ്യം പേടിച്ചോടിയിരുന്ന മുന്നി അയാളുമായിട്ട് വല്ലാതെ സൗഹൃദം കൂടിയിരിക്കുകയാണ്. ഇൻ ദോനോമേ കുച്ച് ബന്ദി ടിക്കി ബാത്തേ ഹോത്തി തി, ഇവർ തമ്മിൽ ചില വ്യംഗ്യമായ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത രീതിയിലുള്ള അടക്കി പിടിച്ച സംസാരങ്ങൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. കാബുളിവാല കേത്ത, കാബുളിവാല ഇവളോട് പറയും, എന്താ പറയുക, മുന്നി സസ്രാൽ ജാവോഗി, മുന്നി ഇജ് എന്നെ കെട്ടിച്ചാൽ എന്നെ കെട്ടിച്ച വീട്ടിക്ക് പോകൂലേ. മുന്നി നെഹി ജാൻതി തി, മുന്നിക്ക് അറിയില്ല എന്ത് സസുറാൽ കിസേ കഹത്തെ ഹേ, സസുറാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവൾക്ക് അറിയില്ല. 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എന്താണ് ഈ കെട്ടിക്കുക എന്നുള്ളത്, എന്താണ് പിന്നെ ഭർത്താവിന്റെ വീട് എന്നുള്ളത് അവൾക്കറിയോ, 5 വയസ്സായ കുട്ടിയല്ലേ. അപ്പൊ ഇതൊന്നും അവൾക്ക് അറിയില്ല. എന്നാലും കാബുളിവാല അവളോട് ചോദിച്ചു, കെട്ടിച്ച വീട്ടിക്ക് പോകൂലേ. ഇങ്ങനെയുള്ള ഓരോ സംസാരങ്ങൾ, അതാണ് ഈ ബന്ദിയെ ടിക്കി ബാത്തയും, അത് അടക്കി പിടിച്ച സംസാരങ്ങൾ ഇവർ തമ്മിൽ, ഈ പ്രായം ചെന്ന കാബുളിവാലയും 5 വയസ്സുകാരിയായ മുന്നിൽ തമ്മിലുള്ള സംസാരത്തിന്റെ ഭാഗമാണ്. ലേക്കിൻ ഭല ഓ കബുച്ചുപ്പ് രഹിനെ വാലിത്തി, പക്ഷെ എന്താണ്, അവൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാതെ ഇങ്ങനെ ഇരിക്കും. ഇയാൾ പറഞ്ഞൊക്കെ കേട്ട് ഇങ്ങനെ ഉണ്ടാതെ ഇരിക്കും, അങ്ങനത്തെ ആൾ മറുപടി അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വളവളവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓ ഉൾട്ട കാബുളിവാലസെ പൂച്ച്തി, അവൾ തിരിച്ചുകൊണ്ട് കാബുളിവാലിനോട് ചോദിക്കുന്നത്, തും സസ്രാൽ ജാവോകെ, നിങ്ങളും പിന്നെ കെട്ടിച്ച വീട്ടിക്ക് പോയില്ലേ. അയാളോട് ചോദിക്കും, കെട്ടിച്ച വീട്ടിക്ക് സസുറാലിക്ക് പോയി. അപ്പൊ ഈ സസുറാൽ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പൊ അയാൾ ചോദിച്ച അതേ ചോദ്യം തിരിച്ചിങ്ങോട്ട് അയാളോട് ചോദിക്കുക. റഹ്മത്ത് ഘൂൻസ താൻ കഹ്ത, അയാളെ മുഷ്ടി ചൊരിച്ചുകൊണ്ട് പറയും, മേസ്തോ സസുറയൊക്കെ മാരൂങ്ക, ഞാൻ അമ്മോശം കാക്കാനെ കൊല്ലും, ഞാൻ അമ്മോശം കാക്കാനെ കൊല്ലും. ഏ സുൻകർ മുന്നി ഹൂബ് ഹസ്തി, ഇത് കേട്ടിട്ട് മുന്നി വളരെയധികം സന്തോഷിച്ചിരിക്കും. ഹർ സാൽ ജബ് ജാഡേ കാ മൗസം ഖത്തം ഹോനെ ലഗത്ത, ഓരോ വർഷവും തണുപ്പ് കാലം ഇങ്ങനെ അവസാനിക്കാൻ വേണ്ടി തുടങ്ങി. തോ റഹ്മത്ത് അപ്നെ വത്തൻ ജാനേക്ക് തയ്യാറി കർത്ത, റഹ്മത്ത് തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറെടുക്കും. അവർ ഘർ ഘർ ജാക്കർ അപ്ന റുപ്യ വസൂൽ കർത്ത,
വീട് വീടാന്തരം നടന്ന് തൻ്റെ പൈസയൊക്കെ ഇയാൾ വസൂലാക്കും. അപ്പോൾ ഇയാൾ എല്ലാ വീട്ടിലും ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കാറുണ്ട്. പല വീട്ടിൽ നിന്നും അയാൾക്ക് പൈസ അപ്പം കിട്ടാറില്ല, പിന്നെ വസൂലാക്കലാണ്. മഗർ ഏക് ബാർ മുന്നീസെ മിൽനെ ജറൂർ ആത്ത, പക്ഷേ ഒരു പ്രാവശ്യം മുന്നിയെ കാണാൻ വേണ്ടി തീർച്ചയായും അയാൾ വരാറുണ്ടായില്ല. എവിടെ പോയാലും ഏത് വീട്ടിൽ പോയാലും ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യും, മുന്നിനെ കാണാൻ വേണ്ടി ആര് വരും, ഈ കാബുളിവാല അവൾ വീട്ടിലേക്ക് വരും. അപ്പോൾ ഇയാൾക്കുള്ള പരിപാടി എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഈ ഉണക്കമുന്തിരി ഇങ്ങനെ സാധനങ്ങൾ, ബദാം ഇങ്ങനെ സാധനങ്ങൾ വീട് വീടാതെ നടന്ന് വിൽക്കുന്ന ഒരു പണിയാണ് കേട്ടോ. പിന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനത്തെ ആളുകളുണ്ട്. ഇപ്പോഴും അങ്ങനെ വീട് വിടാതെ ഇപ്പോഴും നമ്മളിവിടെ തന്നെ അല്ലേ ഇങ്ങനത്തെ കച്ചവടക്കാർ. ഇപ്പോൾ മീൻ കച്ചവടക്കാരുണ്ട്, നമ്മൾ വീട്ടിലൊക്കെ ആവശ്യത്തിന് മീൻ വാങ്ങാറുണ്ട്. മീനിൻ്റെ പൈസ നമ്മൾ അപ്പം കൊടുത്തോളില്ലല്ലോ, പിന്നെ പിറ്റേന്നോ അല്ലെങ്കിൽ മാസം കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുള്ളൂ അല്ലേ. അപ്പോൾ എന്ന പോലെ ഇങ്ങനെ അപ്പം ഈ പൈസ തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട്, പൈസ വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്യും, വീട് വിടാതെ ഇയാൾ വസൂലാക്കാൻ വേണ്ടിയിട്ട് വീട് വിടാതെ ഇയാൾ ഇങ്ങനെ നടക്കും. ഇനിയിപ്പോൾ എവിടെ വസൂലാക്കാൻ പോയാലും പൈസ വാങ്ങാൻ പോയാലും മുന്നിനെ ഒരു പ്രാവശ്യമെങ്കിലും ഇയാൾ വന്ന് കണ്ടിട്ട് തീർച്ചയായും കണ്ടിട്ടേ പോവുള്ളൂ. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. ഏക് ദിൻ, ഒരു ദിവസം, മേ അപ്നെ കമരെ മേ ബൈഠ പഠ രഹാത്ത, ഞാൻ എൻ്റെ റൂമിൽ നിന്നുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുക. രവീന്ദ്രനാഥ് ടാഗോർ പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ചാനക്ക്, പെട്ടെന്ന്, ഗലീമേ ബഡാ ഷോർ വഹുൽ സുനായി ദിയ, തെരുവിൽ നിന്ന് വലിയ ഒച്ചപ്പാട് ഇങ്ങനെ കേട്ടു. മേനെ ഖഡേ ഹോക്കർ ദേക്ക, ഞാൻ അവിടുന്ന് എണീറ്റ് നിന്ന് നോക്കി, റോഡിലേക്ക് നോക്കി. റഹ്മത്ത് കോ ദോ സിപ്പാഹി ബാന്ധേ ലിയെ ജാ രഹേ തെ, ഈ പറയുന്ന കാബുളിവാല, അതായത് റഹ്മത്ത്, അയാളുടെ പേര് റഹ്മത്ത് തന്നെ നേരത്തെ പറഞ്ഞു. റഹ്മത്ത് കോ ദോ സിപ്പാഹി, രണ്ട് പോലീസുകാർ അഥവാ രണ്ട് പട്ടാളക്കാർ, സിപ്പാഹി എന്ന പോലീസ് പട്ടാളക്കാരാണ് കേട്ടോ. ബാന്ധേ ലിയെ ജാ രഹേ തെ, അവരെ കയ്യിനാമം വെച്ചുകൊണ്ട് ബന്ധിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് കണ്ടത്. പീഛേസെ, പിന്നാലെ ആരുണ്ട്, ലഡ്കോം അവർ രാഹ് ഗേറോം കാ മജ്മായി ചലാ ജാ രഹാ ത, അയാളെ പിന്നാലെ പോലീസുകാരെ അല്ലെങ്കിൽ പട്ടാളക്കാരെ പിന്നാലെ അല്ലെങ്കിൽ ഇയാളെ പിന്നാലെ കുറെ കുട്ടികളും അതുപോലെ കുറെ വഴിയാത്രക്കാർ, രാഹുഗേർ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ, കാ മജ്മഅ് ചലാ ജാ രഹാ ത, അവരെ പിന്നാലെ സംഘം ചേർന്ന് ഉണ്ടായിരുന്നു. അപ്പൊ കൂട്ടം കൂടി ആൾക്കാർ ഇങ്ങനെ പോവാണ്, ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. റഹ്മത്ത് കെ കുർത്തേ പർ, റഹ്മത്തിന്റെ കുപ്പായത്തില് ഹൂൻ കെ ധബ്ബേത്തെ, രക്തക്കറ ഉണ്ടായിരുന്നു. അവർ ഏക്ക് സിപ്പാഹി, ഒരു പട്ടാളക്കാരൻ, കെ ഹാത്തുമേ, ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ എന്തുണ്ട്, ഹൂൻ സെ ബരി ചുരീത്തി, രക്തം പുരണ്ട ഒരു പിച്ചാങ്കത്തി ഉണ്ടായിരുന്നു. പിച്ചാങ്കത്തി പറഞ്ഞാൽ അറിയില്ലേ, നമ്മളെ സാധനം വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കത്തി തന്നെ പിച്ചാങ്കത്തി. മേ ഭാഗത്തെ ഹുയേ ഗയ, ഞാൻ ഓടിച്ചെന്ന് അങ്ങോട്ട് ചെന്നു. അവർ സിപ്പാഹിയൊക്കെ രോക്കർ പൂച്ച, പട്ടാളക്കാരെ തടഞ്ഞിട്ട് ചോദിച്ചു, ക്യാ ബാത്ത് ഹേ, എന്താണ് വിഷയം. മാലു ഹുവ, ചോദിച്ചപ്പോൾ മനസ്സിലായി എന്താണ്. പടോസ് മേ ഏക്ക് ചപ്രാസീനെ, തൻ്റെ അയൽവാസിയായ ഒരു ചപ്രാസി എന്നാൽ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ്. നേ റഹ്മത്ത് സെ ഏക്ക് ചാദർ ലീത്തി, റഹ്മത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പുതപ്പ് വാങ്ങിയിരുന്നു. അവർ വോ ദാം ദേനേസെ ഇൻകാർ കർത്താസ, പുതപ്പ് വാങ്ങിയിട്ട് പൈസ കൊടുക്കാൻ അയാള് താല്പര്യം കാണിച്ചില്ല. പുതപ്പ് വാങ്ങി ഈ ചപ്രാസി എന്ത് ചെയ്തില്ല, അയാൾക്ക് അതിനുള്ള പൈസ കൊടുത്തില്ല, അത് കൊടുക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. ഉസ് പർ ജഗഡ ഹോഗയ, അങ്ങനെ കാബുളിവാലയും ഇയാളും തമ്മിൽ കച്ചറുണ്ടായതാണ്, ജഗടുണ്ടായതാണ്. ആ റഹ്മത്തിനെ ഹുസ്സേമേ, റഹ്മത്ത് എന്ത് ചെയ്തു, ഹുസ്സേമേ ദേശത്തില് ചപ്രാസി പർ ചുലീസെ ഹംലാക്കിയ, ഈ ചപ്രാസിന്റെ മേലെ, അതായത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മേലെ എന്ത് ചെയ്തു, പിച്ചാത്തി കൊണ്ട് അയാൾ ആക്രമിച്ചു കേട്ടോ. അതാണ് സംഭവം. റഹ്മത്ത് ഇസ് ബേ ഇമാൻ ചപ്രാസിക്കോ സൈക്കിളും ഗാലിയാൻ ദേ രഹാത്ത, റഹ്മത്ത് അയാൾ ഈ വിശ്വസിക്കാൻ പറ്റാത്ത ചപ്രാസിനെ നൂറുകണക്കിന് ചീത്ത തെറി വിളിക്കണം. അയാൾ കുറെ തെറി വിളിക്കുന്നുണ്ട്, തെറി വിളിച്ചു കേട്ടോ. ഇസ് ബീച്ച് മേ, ഇതിനിടയില് കാബുളിവാലേ, ഓ കാബുളിവാലേ 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 എന്ന് പുക്കാർത്തി ഹുയി മുന്നി വിവാഹ ആകെ, കാബുളിവാലേ കാബുളിവാലേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ മുന്നിയും അവിടെ എത്തി. ഇപ്പൊ ഇങ്ങനെ പോലീസും അങ്ങനെ പട്ടാളക്കാരും എല്ലാവരും ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഇവളും വന്നു. റഹ്മത്ത് കാ ചെഹര ദം ഭർ കെ ലിയെ ഖുശി സെ ഖില്ലുട്ട, റഹ്മത്തിന്റെ മുഖം ഇപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ മുന്നിനെ കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം വിടർന്നു. മുന്നീനെ ആത്തേഹി, മുന്നി വന്നപ്പോൾ തന്നെ ഉസ്സെ പൂച്ച, അവളോട് ചോദിച്ചു, തും സസുറാൽ ജാവോകെ, നീ കെട്ടിച്ച വീട്ടിലേക്ക് പോകൂലേ, കെട്ടിച്ച വീട്ടിലേക്ക് നീ പോകൂലേ എന്ന് അവളോട് ചോദിച്ചാണ്. റഹ്മത്തിനെ ഹസ്കർ കഹാ, റഹ്മത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ വഹീ ജാ രഹാ ഹൂം, അതെ ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോണത്. ഉസ്നെ ദേഖാ കേ ഉസ് ജവാബ് സെ മുന്നി കോ ഹസി ആ ഗയി, അയാൾ കണ്ടു, എന്താ കണ്ടത്, ഇസ് ജവാബ് സെ, ആ മറുപടിയോടെ മുന്നി കോ ഹസി ആ ഗയി, മുന്നിക്ക് ചിരിക്കാനാണ് വന്നത്. തബ് ഉസ്നെ ഗോൻസാ ദിക്കാക്കർ കഹ, അയാൾ മുഷ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു,
വീണ്ടും പറയാണ് മേ സസുരേക്കോ മാർത്ത ജരൂർ, ഞാൻ സസുരനെ തീർച്ചയായിട്ടും കൊല്ലും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ലേക്കിൻ ക്യാ കരും, പക്ഷെ എന്ത് ചെയ്യാനാണ്, മേരെ ഹാത്ത് ബന്ധേ ഹുയേ ഹേ, എൻ്റെ കൈകൾ രണ്ടും ഈ പട്ടാളക്കാർ ബന്ധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അവരെ കൊല്ലാനും പറ്റണില്ലല്ലോ പറയാം. കുച്ച് ദിനോ കെ ബാദ്, അല്പം ദിവസങ്ങൾക്ക് ശേഷം ഈസ് ജുരും മേ, ഈ ഇയാളെ കുത്തിയ കാര്യം, ഈ ചപ്രാസിനെ കത്തിയെടുത്ത് പിച്ചാത്ത കുത്തിയല്ലോ, കുത്തിയ കാരണത്തിൽ ആ കുറ്റം കൊണ്ട്, ജുരും എന്ന് പറഞ്ഞാൽ കുറ്റം കേട്ടോ, നേരത്തെ എഴുതിയിട്ടുണ്ടാവും. ജുരും മേ റഹ്മത്ത് കോ 7 സാൽ കി സസാ ഹോ ഗയി, റഹ്മത്തിന് 7 വർഷത്തെ ശിക്ഷയാണ് കോടതി ശിക്ഷിച്ചത്. സസ എന്ന് പറഞ്ഞാൽ ശിക്ഷ കേട്ടോ. ഇസ് വാക്കയെ ബാദ്, ഈ സംഭവത്തിന് ശേഷം കൈ ദിൻ ഗുസർ ഗയെ, ധാരാളം ദിവസങ്ങൾ കടന്നുപോയി. മുന്നി കാബുളിവാലേക്കോ ഭൂൽ ഗയി, അങ്ങനെ മുന്നി കാബുളിവാലനെ മറന്നു. പിന്നെ 7 വർഷമല്ലേ, 7 വർഷമായില്ലേ, അപ്പൊ മുന്നി എന്ത് ചെയ്തു, പിന്നെ കാബുളിവാലനെ മറന്നു. 7 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പൊ 5 വയസ്സായ കുട്ടിയാവില്ല, അപ്പോൾ കുറച്ച് വലിപ്പൊക്കെ കൂടി അല്ലേ. അപ്പൊ അയാൾ 7 വർഷമായപ്പോഴേക്ക് ഇയാൾ ഇവിടെ എന്ത് ചെയ്തു, കാബുളിവാലനൊക്കെ മറന്നു കേട്ടോ. ഇനി അടുത്ത പേജാണ് നിങ്ങൾ നോക്കേണ്ടത്. 18-ാം പേജാണ് നമ്മൾ വായിക്കുന്നത്. ആ വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ചിത്രം ഒന്ന് നോക്കുക. 18-ാം പേജിന് മുകളിലുള്ള ആ ഒരു കുട്ടീനെങ്ങനെ, പെൺകുട്ടിയെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു ചിത്രം നോക്കുക അല്ലേ. ആ പെൺകുട്ടി ആരാണ്, അതിപ്പോൾ മുന്നിയാണ്. ഇപ്പോൾ നമ്മൾ 5 വയസ്സായി കണ്ടിരുന്ന ആ മുന്നിയാണ്, അവളിപ്പോൾ വലിയ കുട്ടിയായി. 7 വർഷം കഴിഞ്ഞല്ലേ അല്ലേ. 7 വർഷം കഴിഞ്ഞുള്ള ആ ഒരു പ്രായത്തിന്റെ ഫോട്ടോ ആണ് അവിടെ, ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി വായിക്കുകയാണ്, നോക്കിക്കോളി. മുന്നി ബഡി ഹോഗയി, മുന്നി പാരായി മാറി വലിയ കുട്ടിയായി കേട്ടോ. അപ്പൊ 5 വയസ്സായ കുട്ടിയൊന്നല്ല, 7 വയസ്സും കൂടി അല്ലേ. അപ്പൊ എത്ര ഉണ്ടാവും, 5 7 12 വയസ്സ് അവളായി അല്ലേ. ഔർ ഫിർ ഉസ്കി ഷാദി ബി തേ ഹോഗയി, ഈ വയസ്സിൽ അവളുടെ കല്യാണം നിശ്ചയിക്കപ്പെടുകയാണ്, അവളെ കല്യാണം തീരുമാനിച്ചു കേട്ടോ. ആഖിർക്കാർ ഷാദി കി താരീഖ് ആ പഹഞ്ചി, അവസാനം കല്യാണ ഡേറ്റ് വന്നു, ഡേറ്റ് ഒക്കെ ആയി, ഡേറ്റ് ഒക്കെ റെഡിയായി. മെഹമാനോ സെ ഗർ ഭരാ ഹുവാത്ത, അതിഥികളാൽ വീട് നിറഞ്ഞിരുന്നു, കല്യാണ ദിവസമല്ലേ, അപ്പൊ എല്ലാ അതിഥികളൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. മേ ടാഗോർ പറയാണ്, മേ അപ്പിനെ കമ്രേ മേ ബൈഠ കുച്ച് കാം കർ രഹാ താ, ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ചാനക്ക് പെട്ടെന്ന് ഉസ് വക്ത് റഹ്മത്ത് വഹാ ആകയ, പെട്ടെന്ന് ആ സമയം റഹ്മത്ത് അവിടെ കയറി വന്നു. അങ്ങനെ 7 വർഷം കഴിഞ്ഞതിന് ശേഷം അയാൾ പിന്നെ വരികയാണ്. അങ്ങനെ റഹ്മത്ത് എന്ത് ചെയ്യും, ടാഗോറിന്റെ റൂമിലേക്ക് വന്നു കേട്ടോ. പഹലേ തോ മേ ഉസ്കോ പഹ്ചാൻ ന സക്ക, ആദ്യം എനിക്ക് അയാളെ മനസ്സിലായില്ല, കാരണം 7 വർഷം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ പെട്ടെന്ന് ആൾക്ക് ആളെ മനസ്സിലായില്ല, ടാഗോറിന് ധാരാ കാബുളിവാലയാണെന്നുള്ള മനസ്സിലായില്ല. പഹലേ തോ മേ ഉസ്കോ പഹ്ചാൻ ന സക്ക, ആദ്യം എനിക്ക് അയാളെ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞില്ല. പഹ്ചാൻ എന്ന് പറഞ്ഞാല് തിരിച്ചറിയുക, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും നേരത്തെ. ഉസ്കി ഹസി സേ സമജ് ഗയ, അയാളുടെ ചിരിയിൽ നിന്ന് മനസ്സിലായി കെ ഏ റഹ്മത്ത് ഹെ, ഇത് റഹ്മത്താണ് എന്ന്. അവർ ചിരിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ടാഗോറിന് ഇയാളെ മനസ്സിലായത്. മേനെ പൂച്ച, ഞാൻ അയാളോട് ചോദിച്ചു, ക്യോം റഹ്മത്ത് കബ് ആയേ, എന്തൊക്കെയുണ്ട് റഹ്മത്ത്, എപ്പോഴാ വന്നത്. കൽ ഹി ഷാം കോ ജയിൽ സെ ചൂട്ടാഹും, ഇന്നലെ വൈകുന്നേരമാണ് ജയിലിൽ നിന്ന് മോചിതനായത്. മറ്റേ ചപ്രാസിനെ കുത്തിയ കേസിൽ 7 വർഷം തടവിലായിരുന്നു. അപ്പൊ ആ ജയിലിൽ നിന്ന് 7 വർഷം കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരമാണ് എവിടുന്ന് കേസിലായത്, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അതിൽ നിന്ന് മോചിതനായത്. മേനെ കഹ, ഞാൻ അയാളോട് പറഞ്ഞു, ആജത്തോ മേ ബഹുത്ത് മസ്റൂഫും, ഞാൻ ഇന്ന് വളരെ തിരക്കിലാണ്. പിർ കബിഹാന, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ വരാ, ഇപ്പൊ എനിക്ക് ഞാൻ തിരക്കിലാണ്, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്നാണ് ആര് പറഞ്ഞത്, ടാഗോർ ഈ കാബുളിവാലയോട് പറഞ്ഞു. വോ ഉദാസ് ഹോക്കർ ജാനലക, അയാൾ ദുഃഖിതനായിക്കൊണ്ട് പോകാൻ തുടങ്ങി. ലേക്കിൻ ഫിർ ഹച്കച്ചാത്തേ ഹുയേ ബോല, ബാബുജി മുന്നി കഹാ ഹേ, ഹച്കച്ചാത്തേ ഹുയേ എന്ന് പറഞ്ഞാല് മടിച്ച് ചോദിക്കാണ്. ബാബുജി മുന്നി കഹാ ഹേ, മുന്നി എവിടെയാണ്. മേനെ കഹ, ഞാൻ പറഞ്ഞു, ആജ് ഗർമേ കാം ഹേ, ഇന്ന് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. മുന്നി സേ ബി മുലാഖാത്തിന് ഹോകി, മുന്നിനെ കാണാനും നിങ്ങൾക്ക് കണ്ടുമുട്ടാനും ഇപ്പൊ നിങ്ങൾക്ക് കഴിയില്ല. വോ ഉദാസ് ഹോകയ, അത് കേട്ടപ്പോൾ അയാൾ കൂടുതൽ വീണ്ടും ദുഃഖിതനായി. അച്ഛാ ശരി, ബാബുജി സലാം കഹ്കർ ജാനലക, സലാം പറഞ്ഞിട്ട് അയാൾ പോകാൻ വേണ്ടി തുടങ്ങി. മുജേ ജയ്സെ ദക്കാസാ ലഗ, ഞാൻ ആകെ ടാഗോർ പറയാണ്, പിന്നെ എനിക്ക് ആകെ ധർമ്മസങ്കടത്തിലായി ഞാൻ. ജി ചാഹ, മനസ്സിൽ ആഗ്രഹിച്ചൊക്കെ ഉസ്കോ ബുലാലും, ഞാൻ അയാളെ തിരിച്ചു വിളിച്ചാലോ എന്നിങ്ങനെ ആഗ്രഹിച്ചു. കാരണം 7 വർഷം കഴിഞ്ഞ് വരുന്ന ഒരാളല്ല, അയാൾ പാവ മനുഷ്യൻ അല്ലേ, 7 വർഷം മുമ്പ് വന്നിരുന്ന ആളാണ്. ആൾ കുഴപ്പക്കാരനല്ല എന്നുള്ളതുകൊണ്ട് അയാൾ തിരിച്ചു പോകാൻ തിരിച്ചു പോയിപ്പോൾ ഇയാൾക്ക് പിന്നെ ടാഗോറിന് മനസ്സലിയാണ്. അപ്പൊ അയാൾ ഞാൻ ഇപ്പൊ എന്ത് പണിയാ ചെയ്ത്, ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് കേട്ടോ. ഞാൻ തിരിച്ചു വിളിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ് ആര് പറഞ്ഞത്, ടാഗോർ പറഞ്ഞത്. ഇതിനേമേ ദേഖ, ഇതിനിടയിൽ കണ്ടു കെ
വോ ഖുദ് ഹി വാപ്പസ് ആ രഹാ ഹെ. അയാൾ വിളിക്കാതെ തന്നെ സ്വയം മടങ്ങി വരുന്നതാണ്. വീണ്ടും പിന്നെ ടാഗോറിന്റെ റൂമിലേക്ക് കയറി വരികയാണ്, അല്ലെങ്കിൽ ടാഗോറിന്റെ വീട്ടിലേക്ക് വരികയാണ്. വാപ്പസ് ആക്കർ ഉസ്നെ കഹ, മടങ്ങി വന്നുകൊണ്ട് അയാൾ പറഞ്ഞു, ഏ കുച്ച് കിഷ്മിഷ് ബാദാം മുന്നിക്കരിയ ലായാഥ, ഇത് കുറച്ച് ഉണക്ക മുന്തിരിയും ബദാമും മുന്നിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു. ഉസ്കോ ദേ ദീജിയെ, ഇത് അവൾക്ക് കൊടുത്താലും, ഈ മുന്തിരി അവൾക്ക് കൊടുത്താലും. മേനെ ഉസ്കി ഖീമത്ത് അദാ കർണി ചാഹി, ഞാൻ അതിന്റെ വില അതിന്റെ വില അയാൾക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിച്ചു. തബ് ഉസ്നെ മേരാ ഹാത്ത് പക്കടിയ, അപ്പൊ അയാൾ എന്ത് ചെയ്തു, എന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞാൽ പൈസ തരരുതെന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചു. പക്കട് എന്ന് പറഞ്ഞാൽ പിടിക്കുക കേട്ടോ, പക്കടിലിയ പിടിച്ചു. അവർ കഹ, എന്നിട്ട് പറഞ്ഞു, ആപ് കി മെഹർബാനി മേ കബി നഹി ഭൂൽ സക്ത, താങ്കളുടെ ദയ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. താങ്കൾ എന്നോട് ചെയ്ത ദയവ് അല്ലെങ്കിൽ എന്നോട് ചെയ്ത ആ അനുകമ്പ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. മെഹർബാനി എന്ന് പറഞ്ഞാൽ ദയ എന്ന് പറയും, അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെ പറയും കേട്ടോ. അതിന്റെ അർത്ഥം നേരത്തെ എഴുതിണ്ടാവും, നിങ്ങൾ നോക്കുക. മുജേ ഖീമത്ത് എന്നെ ദീജിയെ, എനിക്കൊരിക്കലും അതിന്റെ വില തരരുത്, അത് എന്റെ വകയായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. ബാബുജി മുന്നി ജയ്സി മേരി ബി ബേട്ടി ഹേ, ബാബുജിനോ ഇയാൾ പറയാണ്, ബാബുജി മുന്നി ജയ്സി മേരി ബി ബേട്ടി ഹേ, എന്റെ മകളെ പോലെയാണ് ഞാൻ മുന്നിലെ കാണുന്നത്. ഇസ്ലിയെ മേ ഉസ്കേ ലിയെ മേവ ലാത്താ ഥാ, ഞാൻ അവൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, പഴങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട്. മേ യഹാ സൗദാ ബേച്ചിനെ നെഹി ആത്താത്ത, ഞാൻ ഒരിക്കലും കച്ചവടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഞാൻ അവൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് പൈസക്ക് കൊടുത്താലും മുന്നിക്ക് ഞാൻ പൈസക്ക് കൊടുക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി വന്നതല്ല. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പൈസ തരരുത് എന്നാണ്, നിങ്ങളുടെ മകളെ എൻ്റെ മകളെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പൈസ തരരുത് എന്ന് പറഞ്ഞിട്ട് ടാഗോറിനെ നിരുത്സാഹപ്പെടുത്താണ്. ഇത്ന കഹ്കർ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഉസ്നെ കുർത്തേക്കെ അന്തർസെ, അയാളുടെ ഷർട്ടിന്റെ ഉള്ളിൽ നിന്ന് ഏക്ക് മേലെ കാഗസ് കി പുടിയ നിക്കാലി, ഒരു ചെളി പുരണ്ട ഒരു കടലാസിന്റെ കഷ്ണം, അതിന്റെ ഒരു പൊതി, പുടിയ എന്ന് പറഞ്ഞാൽ പൊതി എന്നാണ്, നേരത്തെ എഴുതിണ്ടാവും. പുടിയ നിക്കാലി, ഒരു പൊതി പുറത്തേക്ക് എടുത്തു വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്ന്. ബഡി എഹ്തിയാത്ത് സെ, വളരെ ശ്രദ്ധയോടുകൂടി പുടിയ ഖോൽക്കർ, ആ പൊതി തുറന്നിട്ട് മേരെ സാമനെ രഖ്തി, ടാഗോറിന്റെ അടുത്ത് വെച്ചു കൊടുത്തു. മേരെ സാമനെ പറഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞാൽ ആരാണ്, എന്റെ ടാഗോർ അല്ലേ, അപ്പൊ ടാഗോറിന്റെ അടുക്കൽ വെച്ചു. ഉസ് കാഗസ് പർ ഏക് ചോട്ടേ സെ ഹാത്ത് കാ നിശാൻ താ, ആ കടലാസില് ഒരു ചെറിയ കയ്യിന്റെ അടയാളം ഉണ്ടായിരുന്നു. ആ കടലാസിന്റെ കയ്യിന്റെ അടയാളം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നിശാൻ എന്ന അടയാളം എന്നാണ് കേട്ടോ. അപ്നി ബേട്ടിക്ക് ഇസ് നിശാനി കോ ഛാത്തി സെ ലഗാക്കർ, തൻ്റെ മകളുടെ ഈ അടയാളത്തെ ഛാത്തി സെ ലഗാക്കർ, അത് നെഞ്ചോട് ചേർത്തുകൊണ്ട് റഹ്മത്ത് ഇത്തിനി ദൂർ സെ മേവ ബേച്ചിനെ കൽക്കത്ത ആയാ ഥാ, ഈ ഒരു നിശാൻ, ഈ ഒരു അടയാളം, അതായത് ഓർമ്മപ്പെടുത്തുന്ന അടയാളം, ഈ കുട്ടീനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അടയാളമാണ് അവിടെ ഉദ്ദേശിച്ചിട്ടോ. റഹ്മത്ത് ഇത്തിനി ദൂർ സെ മേവ ബേച്ചിനെ കൽക്കത്ത ആയാത്ത, ഇത് കുറെ ദൂരെ നിന്ന് കൽക്കത്തയിലേക്ക് പഴങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു അയാള്. ഈ ദേഖർ, അങ്ങനെ ആദ്യം നേരത്തെ അങ്ങനെ വന്നതായിരുന്നു. അപ്പോഴാണ് അതിന് ശേഷമാണ് ഈ ചപ്രാസിനെ കുത്തനും ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ആ ഫോട്ടോ അല്ലെങ്കിൽ ആ നിഷാനി, അവളുടെ ആ ഒരു അടയാളം ചിലപ്പോൾ ഉദ്ദേശിച്ച് ചിലപ്പോൾ എന്തെങ്കിലും രേഖ, ഫോട്ടോകൾ, ചെറിയ ചിത്രങ്ങൾ ആയിരിക്കും, അതായിരിക്കും അവിടെ ഉദ്ദേശിച്ച് കേട്ടോ. അപ്പൊ അത് പഴങ്ങൾ വിൽക്കാൻ വേണ്ടി കൽക്കത്തയിലേക്ക് വന്നായിരുന്നു ഇയാള്. അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏ ദേഖർ മേരി ആംഖോ മേ ആൻസ്വാകെ, അങ്ങനെ ടാഗോർ പറയാണ്, ഏ ദേഖർ, ഇത് കണ്ടിട്ട് മേരി ആംഖോ മേ ആൻസ്വാകെ, എന്റെ കണ്ണുകൾ കണ്ണുനീര് വന്നു. ടാഗോർ പറയാണ്, മേ സബ് കുച്ച് ഭൂൽ ഗയാ, ഞാൻ എല്ലാം മറന്നു. ബസ് യേ ബാത്ത് യാദ് രഹ് ഗയി, ഈ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. കെ മേ ഭി ബാപ്പുഹും ഔർ വോ ഭി ബാപ്പ് ഹെ, ഞാനും ഒരു പിതാവാണ്, അയാളും ഒരു പിതാവാണല്ലോ. മേനെ ഉസ് വക്ത് മുന്നിക്കോ അന്തർസെ ബുലായ, ഞാൻ ആ സമയം എന്ത് ചെയ്തു, മുന്നിനെ അകത്ത് നിന്ന് പുറത്തേക്ക് വിളിച്ചു. മുന്നി ഷാദിക്ക് കപ്പടെ ഔർ സേവരാത്ത് പെഹനെ ഹുയെ ആയി, മുന്നി കല്യാണ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു. അവർ ശർമാത്തി ഹുയി മേരെ സാമനെ ഖടി ഹോഗി, ലജ്ജിച്ചുകൊണ്ട് നാണിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വന്ന് നിന്നു എന്ന് ആരാ പറയുന്നത്, ടാഗോർ പറയാണ്. അങ്ങനെ ആ ഒരു രംഗമായിരിക്കും ഇവിടെ കാണുന്ന രംഗം. കണ്ടില്ലേ ആ ഒരു ചിത്രം, നിങ്ങൾ 18-ാം പേജിൽ ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. ഉസ്കോ ദേഖ് കർ കാബുളിവാല ഘബരാ സകയ, ഇത് കണ്ടിട്ട് കാബുളിവാല ആകെ പരിഭ്രമിച്ചു. അവർ ബാത് ബി ഇന്ന കർ സക്ക, ഒന്ന് സംസാരിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. ഫിർ ഉസ്നെ ഹസ്കർ കഹ, പിന്നീട് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുന്നി തൂ സസുറാൽ ജാ രഹി ഹേ,
നീ എന്താ കെട്ടിച്ച വീട്ടിലേക്ക് പോകാണോ? നീ കെട്ടിച്ച വീട്ടിലേക്ക് പോകാണോ? നീ തൂ സസുറാൽ ജാ രഹി ഹേ, നീ എന്താ കെട്ടിച്ച വീട്ടിലേക്ക് പോവാണോ എന്ന് ആര് ചോദിച്ചു? കാബുളിവാല ഓളോട് ചോദിച്ചു. അബ് ഇപ്പോൾ മുന്നി സസുറാൽ കെ മാനെ സമझने लगी थी. ഇപ്പൊ അവൾക്ക് സസുറാൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അന്ന് മനസ്സിലായില്ല, കാരണം അന്ന് 5 വയസ്സുള്ളൂ. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് എന്തായാലും അവൾ കല്യാണം നടക്കാൻ അവൾക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്ന പ്രായമായിട്ടുണ്ട്. ഉസ്നെ ശർമാക്കെ സിർ ഝുകാ ലിയാ, അവൾ ലജ്ജിച്ചുകൊണ്ട് തല താഴ്ത്തി. റഹ്മത്ത് കുച്ച് സോച്ച് കർ ജമീൻ പർ ബൈഠ് ഗയാ, റഹ്മത്ത് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിലത്ത് ഇങ്ങനെ ഇരുന്നു. ജയ്സെ ഉസ്കോ യക്കായക്ക് എഹ്സാസ് ഹുവാ, പെട്ടെന്ന് അയാൾക്ക് എന്തോ ബോധം വന്നതുപോലെ എണീറ്റ് നിന്നു. കെ ഉസ്കി ലഡ്കി ബി ഇത്തനെ ദിനോ മേ ബഡി ഹോ ഗയി ഹോഗി, അയാളുടെ മകളും ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് ഇത്രയൊക്കെ വലുതായിട്ടുണ്ടാകുമല്ലോ എന്ന് അപ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത്. ഉൻ 7 ബർസോമേ, ആ കഴിഞ്ഞുപോയ 7 വർഷത്തിൽ ഉസ്കാ ക്യാ ഹുവാ, അവൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? കോൻ ജാനെ, ആർക്കാണ് അറിയാൻ കഴിയുക? വോ ഉസ്കി യാദ് മേ ഖോ ഗയാ, അയാൾ സ്വന്തം മകളുടെ ആ ഓർമ്മയിൽ അയാൾ ഇങ്ങനെ മുഴുകി ഇരുന്നു എന്നാണ്. അപ്പൊ ഇയാൾക്ക് ഒരു നാട്ടിലൊരു മകളുണ്ട്, ആ മകളുടെ ആ ഒരു ഓർമ്മയാണ് ഇവിടെ നമ്മളെ മുന്നിനോട് കാണിക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ ഈ എൻ്റെ മകൾ ഇതുപോലെ, അപ്പോൾ ഈ 7 വർഷത്തിലൊക്കെ എത്രയോ മുമ്പ് കണ്ടതാണ്. അയാൾ കച്ചവടം, ഞാൻ പറഞ്ഞില്ലേ, പഴക്കച്ചവടത്തിന് വേണ്ടിയിട്ട് കൽക്കത്തയിലേക്ക് വന്നതാണ്. അപ്പോൾ കൽക്കത്തയിലാണ് അപ്പോൾ നമ്മളെ ടാഗോർ ഉള്ളത്. അപ്പോൾ ഈ മുന്നിയുടെ അല്ലെങ്കിൽ കൽക്കത്തയിൽ മുന്നിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ടാഗോറിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കച്ചവട ആവശ്യാർത്ഥം ഈ ഭാഗത്തേക്ക് വന്നതാണ്. എത്രയോ കാലമായിട്ട് നാട് വിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ പിന്നെ ആളെ കുത്തി ജയിലിൽ 7 വർഷം ജയിലിലും കിടന്നു. അപ്പോൾ മുന്നിനെ കണ്ടപ്പോഴാണ് എൻ്റെ മകളും ഇതുപോലൊക്കെ വലുതായിട്ടുണ്ടാവുമല്ലോ, എന്തായിരിക്കും അവളുടെ അവസ്ഥ, എന്തായിരിക്കും അവളുടെ സ്ഥിതി എന്തായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് അയാൾ ആകെ ചിന്തയിലേക്ക് മുഴുകി എന്നാണ് ഇത് കഥ. അതിന് താഴെ കാണാം രവീന്ദ്രനാഥ ടാഗോർ എന്ന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ കഥയാണ്. എല്ലാവരും ഇതൊന്ന് നോക്കുക, എത്രയോ പ്രാവശ്യം നമുക്ക് കേൾക്കാം, കേട്ട് ശരിക്ക് ഒന്ന് പഠിക്കുക. അതിനുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. कहानी काबुलीवाला के अहम किरदार का नाम रहमत है. बच्चों, इस कहानी के और किरदार कौन कौन है? पसंदीदा किरदार पर നോട്ട് लिखिए. ആ കിർദാർമാരിലെ ആരെല്ലാം ആളിൽ കഥാപാത്രങ്ങൾ, ഏതൊക്കെ കഥാപാത്രങ്ങളാണുള്ളത്, ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം തന്നിരുന്നു. ആ ചോദ്യമാണ് നമ്മൾ ആദ്യം, അതിന് ഉത്തരമാണ് പറയുന്നത്. ഹമാരാ പസന്ദീദ കിർദാർ മുന്നി കാ കിർദാർ ഹൈ. कहानियों में बच्चों की अदाकारी सब लोग बिल्कुल पसंद करते हैं. അദാക്കാരി എന്ന് പറഞ്ഞാല് അവരുടെ നടനം അല്ലെങ്കിൽ അവരുടെ ആ കഥാപാത്രത്തിന്റെ അവതരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. മുന്നി एक छोटी सी लड़की है, उसके जो एक बूढ़े से दोस्ती बनाना और उन दोनों की बंदी टिक्की बातें करना काबुलीवाला कहानी पढ़ने वालों को ज्यादा मजे लगते हैं. अल-गरज मुन्नी का किरदार इस कहानी को बहुत खूब बनाते हैं. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം, എന്നിട്ടത് പഠിക്കണം. ഇത് ചെറിയ 2-3 സെന്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അത്രയും മതി. ആ കഥാപാത്രത്തെക്കുറിച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് എഴുതാൻ അത് 1 സെന്റൻസ് എഴുതിയാൽ പോലും അത് തന്നെ ധാരാളമാണ്. ഏതായാലും അത് നിങ്ങൾ എന്തെങ്കിലും നന്നായിട്ട് വായിച്ചു നോക്കണം, നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. ഒരു കാരണവശാലും മൊബൈലിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നോട്ട്ബുക്കിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക. ഇത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് നിങ്ങളുടെ ഈ നമുക്ക് SLC പരീക്ഷയ്ക്ക് ഏറ്റവും വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ് തൽക്കാലം നിർത്തുകയാണ്.